അൻവർ വരുന്നതിന് മുമ്പ് ഈ ന്യൂനപക്ഷങ്ങൾ പാർട്ടിയുടെ കൂടെ അല്ലേ? അൻവർ വന്നപ്പോൾ ന്യൂനപക്ഷത്തെ ചാക്ക് കെട്ടിയിട്ട് പാർട്ടിയുടെ കൂടെ ഉണ്ടാക്കിയതാണ്. തീർച്ചയായിട്ടും അയാളുടെ കൂടെ അയാളുടെ അനുഭാവികളായിട്ടുള്ള ആളുകൾ 10 ആൾ വരില്ല എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾ ചോദ്യത്തിലുള്ളതെന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങളാകെ പോലുള്ള മുതിർന്ന നേതാക്കൾ നിങ്ങളുടെ ഒരു ശ്രമഫലമായിട്ടല്ലേ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ പാർട്ടിക്ക് വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ന്യൂനപക്ഷങ്ങൾ വന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടാണ്, അല്ലാതെ ഒരു വ്യക്തിയുടെ സ്വാധീനത്തിൽ വന്ന ആളുകളല്ല. ആ രാഷ്ട്രീയത്തിൻ്റെ പിമ്പലാണ് അത്. ന്യൂനപക്ഷങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അതേതെങ്കിലും ഒരു വ്യക്തി പാർട്ടിയിലേക്ക് വരുമ്പോൾ അയാളെ കൂടെ ഇങ്ങോട്ട് ഒഴുകി വരുന്നതല്ല. തീർച്ചയായിട്ടും അൻവറും അതുപോലെ ജലീൽ, ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള പല ആളുകളും പാർട്ടിയിലേക്ക് വരുമ്പോൾ അയാളുടെ കൂടെയുള്ള കുറച്ച് ആളുകൾ പാർട്ടിയിലേക്ക് വരും. പോകുന്ന സമയത്ത് കുറേ ആളുകൾ പോകും. അപ്പോൾ അൻവർ ഇന്നലെ നടത്തിയ സമ്മേളനം പാർട്ടിക്ക് എങ്ങനെ ആശങ്കപ്പെടുന്നുണ്ടോ? അൻവർ ഇപ്പോൾ എവിടെ സമ്മേളനം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആൾ കൂടില്ലേ. അൻവറല്ല ആരായാലും എന്താണ് അൻവറിന് പറയാനുള്ളത് എന്ന് കേൾക്കാൻ താല്പര്യമുണ്ടാവില്ല. അനുകൂലികളും എതിരാളികളും ഒരുപോലെ കൂടുന്ന യോഗമാണുള്ളത്. അപ്പോൾ CPM-ന്റെ നേതാക്കൾ അൻവറിന്റെ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഞാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. അത് സ്റ്റേജിലേക്ക് കയറാനല്ല, എന്താണ് പറയുന്നതെന്ന് നേരിട്ട് കേൾക്കാൻ. അതിലെന്താ ഒരു അത്ഭുതമുള്ള കാര്യമാണ്. ഈ ADGP ഇപ്പോഴും ചുമതലയിൽ നിന്ന് മാറ്റാതെ പിടിച്ചു നിർത്തുന്നത് അത് ഈ RSSുമായി ബന്ധപ്പെട്ടുള്ള ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഇന്ത്യ രാജ്യത്ത് ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ CPM-ഉം RSSും തമ്മിൽ ബന്ധമാണ് എന്ന് പറയൂ? ഇന്ത്യ രാജ്യത്ത് നിന്ന് RSSനുള്ള മുഖ്യ ശത്രു വിട്ടുവീഴ്ച കൂടാതെ എതിർക്കുന്നത് CPM മാത്രമാണ്. ചെറിയ ശക്തിയാണ് എങ്കിലും കോൺഗ്രസ്സിന് ആ രീതിയിൽ എതിർക്കുന്നുണ്ടാവും. RSS, BJP-ക്കാർ, ഇതൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. അതെന്തുകൊണ്ടാണ്? ആള് മഹാഭൂരിപക്ഷം CPM-ൻ്റെ കൂടെ ഉള്ളത് കൊണ്ടല്ല, അതിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് അവർക്ക് അപകടമാണ് എന്നുള്ളത് കൊണ്ട്. RSS നേതാക്കൾ തന്നെ ADGP-യും RSS നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള ഒരു ADGP-യാണ് ഇപ്പോൾ അതേ സ്ഥാനത്ത്. പാർട്ടിക്കെതിരായിട്ട് ശത്രുക്കൾ കൊടുക്കുന്ന മൊഴി, പാർട്ടിക്കെതിരായിട്ട് കൊടുക്കുന്ന മൊഴി അത് ഞങ്ങൾ ആ രീതിയിലേ എടുക്കുള്ളൂ. ADGP ഒരുപക്ഷെ RSS-ആയിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കാം. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരാണ്. ഭരണം മാറി വരുമ്പോൾ അതേവരെ കോൺഗ്രസിൻ്റെ കൂടെ അല്ലേ ഇരുന്നവരല്ലോ. ഭരണം മാറി ഇനി വേറെ ഭരണം വന്നിട്ടുള്ളതുണ്ടെങ്കിൽ ഇവരൊക്കെ അതിൻ്റെ കൂടെ നിൽക്കില്ലേ? ജനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു അവമതിപ്പ് നിലവിലുണ്ട് എന്ന രീതിക്കാണ് അൻവറിന്റെ ഓരോ വാക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അതേ, അതിൽ അത്ഭുതമില്ലല്ലോ. കാരണം നിരന്തരമായിട്ട് ചാനലുകളും പത്രങ്ങളും രാഷ്ട്രീയ എതിർപക്ഷത്തുള്ളവരും ആ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് വെച്ച് എതിർക്കലല്ലേ അതിൻ്റെ ഒന്നാമത്തെ ഇനം. അങ്ങനെ വരുമ്പോൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയില്ലേ? ഇതിൻ്റെ മുമ്പ് ഇവിടെ കുറേ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ. ആ മുഖ്യമന്ത്രിമാരും ഇന്നത്തെ മുഖ്യമന്ത്രിയും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്യൂ. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ളതൊക്കെ നിങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ ഇല്ലേ? കരുണാകരൻ്റെ കാലത്തുണ്ടായിരുന്നില്ലേ? കേരളം വരുന്നതിന് മുമ്പ് പനമ്പള്ളി ഗോവിന്ദമേനോൻ പറഞ്ഞിട്ട് കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. 5.5 ലക്ഷം പഞ്ചസാര കുംഭകോണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ? അന്ന് അയാൾ പറഞ്ഞ മറുപടി അന്നത്തെ
തിരുകൊച്ചി പ്രദേശത്തുള്ള ജനങ്ങൾക്കത് പങ്കുവെച്ചാൽ 2.5 പൈസ എൻ്റെ നഷ്ടമേ ഉള്ളൂ. ഇത് അയാൾ കട്ടത് 5.5 ലക്ഷം കട്ടത്. ഓരോരുത്തർക്കും അതിൻ്റെ നഷ്ടം 2.5 പൈസ. അങ്ങനെയുള്ള ഇതൊക്കെ രാജ്യത്തുണ്ടായിരുന്നില്ല. ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വല്ലതുണ്ടോ? സ്വർണ്ണക്കടത്ത് വളരെ വിവാദമായിരുന്നില്ല. ആരാ അന്വേഷിച്ചത്? മുഖ്യമന്ത്രിയുടെ പോലീസല്ലല്ലോ, കേന്ദ്ര ഏജൻസികളല്ലേ. എന്തേ ആ കേസ് എവിടെത്തി? അന്വേഷണം പോകുന്നത് അവരുടെ പ്രധാനപ്പെട്ട ചില നേതാക്കളടക്കം പങ്കാളികളാണ് എന്ന് വന്നപ്പോൾ സഡൻ ബ്രേക്ക് കിട്ടിയില്ലേ? എന്നിട്ട് സ്വർണ്ണക്കടത്ത് അത് മുഖ്യമന്ത്രിയുടെ പേരിലാണ് ഇപ്പോൾ. അപ്പം അത് ഞങ്ങൾക്കതിൽ അത്ഭുതമില്ല. ഇത്രയേറെ കള്ള പ്രചരണം കേട്ടിട്ടുള്ള ഒരു പാർട്ടി വേറെ കാണില്ല. സംഘടിതമായിട്ടുള്ള എതിർപ്പ് നേരിട്ടിട്ടുള്ളൊരു പാർട്ടി വേറെ കാണില്ല. കാരണം മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു പാർട്ടിയാണ് CPM. ഒരു ഭരണപക്ഷ MLA ആണ് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നത്. ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പായിക്കോട്ടെ, തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ, ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കില്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ ബോധപൂർവം ഈ ശ്രമം നടക്കുന്നത്. അത് വരും. അതിനെ നേരിടാൻ പാർട്ടിക്ക് കഴിയുന്നത് പാർട്ടി എടുക്കും. ഈ വരുന്ന ആരോപണങ്ങളെല്ലാം പിന്നെ വെറുതെ അൻവർ ഇങ്ങനെ പിന്നെ ഉറക്കത്തിൽ വിച്ചുമ്പയും പറയുന്നത് പോലെ പറയുന്നതല്ലല്ലോ. ഒരു അജണ്ട വെച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അത് പുറത്തു വരുന്നു എന്നുള്ളത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വ്യക്തമാവും. തീർച്ചയായിട്ടും അതല്ലെങ്കിൽ അൻവർ ഇപ്പോൾ 5-2, 5-3, 5-4, 9 കൊല്ലമായി. ഇതിനു മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം തന്നെ പറയുന്നത് ആദ്യം ആരോടാ? മുഖ്യമന്ത്രി. ADGP എഴുതി കൊടുക്കും, മൂപ്പര് വായിക്കും. എത്ര പരിഹാസത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. ഒരാരോപണം പറയുമ്പോൾ അതിൻ്റെ വസ്തുതാപരമായിട്ട് പറയണ്ടേ. ആരാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിലൊതുങ്ങുന്നതല്ലല്ലോ കേരളത്തിലെ ശത്രുക്കൾ. പലരും അല്ലേ. ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. അവരൊറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ. പിന്നെ അവരുടെ നാവാണല്ലോ ഈ മാധ്യമങ്ങൾ മുഴുവനും. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും ഒരു നെക്സസിന്റെ ഭാഗമാണ്. എല്ലാ പാർട്ടിയുടെ നേതാക്കളും ഉൾപ്പെടുന്ന ഒരു നെക്സസിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രി. ഏത്? മുഖ്യമന്ത്രിയും ഒരു നെക്സസിന്റെ ഭാഗമാണെന്നാണ്. എല്ലാ പാർട്ടിയുടെ നേതാക്കളുമുള്ള ഒരു നെക്സസിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് പല തീരുമാനങ്ങളും അതിനനുസരിച്ചുള്ള ആ നെക്സസിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നു. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന വിഷയത്തിൽ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടത്. അതല്ലാതെ മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതിലാണ് മോശം എന്നുള്ളത് കണ്ടെത്താൻ കഴിയും. അത് ചൂണ്ടിക്കാണിക്കുമ്പോഴല്ലേ മറുപടി പറയാനൊക്കൂ. ഈ പോലീസിനകത്ത് ഉള്ള ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ആഭ്യന്തരത്തിനകത്തുള്ള ഈ പ്രവർത്തനത്തിലുള്ള വീഴ്ചകളാണ് എന്നെ കൂടുതലും പറയുന്നത്. ആഭ്യന്തര മമ്പെ പരാജയം എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ എന്നെ കുറേയായിട്ട് ഉയർത്തുന്നുണ്ട്. LDF നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പുണ്ട്. പോലീസ് എന്ന് പറയുന്നത് ആ സംവിധാനം രാജ്യത്തുണ്ടാകുന്ന കാലം മുതൽ അതൊരു പ്രത്യേക താല്പര്യത്തിൽ നിൽക്കുന്നതാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ പോലീസ് എന്തായിരുന്നു? പൂർണ്ണമായിട്ടും അവരുടെ കൂടെ. കോൺഗ്രസ് ഭരിക്കുമ്പോഴോ അവരുടെ കൂടെ. കാരണം അങ്ങനെയാണ് ആ സംവിധാനത്തിൻ്റെ പ്രത്യേകത. എന്നാൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ അവരുടെ കൂടെ വരില്ല. അവർ ഈ നിലവിലുള്ള വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാവൽക്കാരാണ് ഇന്നത്തെ ഭരണാധികാരികൾ. കമ്മ്യൂണിസ്റ്റുകാർ ആ സംവിധാനത്തെ തകർത്ത് മറ്റൊന്നിനു വേണ്ടി പരിശ്രമിക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയക്കാരും നിലവിലുള്ള ഈ സമ്പ്രദായത്തെ തകർത്ത് പുതുക്കി പണിയണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ?
അല്ലാതെ ജനങ്ങൾ പ്രക്ഷോഭം കൂട്ടുമ്പോൾ ചില നക്കാപ്പിച്ച ജനങ്ങൾക്കും കൊടുക്കണം എന്ന് പറയുന്നതല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഭൂവ്യവസ്ഥ എന്താ? ആരാ ഈ ഭൂമി 1.5 ലക്ഷം 2 ലക്ഷം ഏക്കറൊക്കെ പണ്ട് ജമീന്മാർക്ക് കൊടുത്ത ആരാ? അവർ കാശ് കൊടുത്ത് വാങ്ങിയതാണോ? അത് എല്ലാ കാലത്തും അത്തരം ഭരണാധികാരികൾക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ചില തൂണുകളുണ്ട്, അത് സൃഷ്ടിച്ചു വെക്കും. ഇന്ത്യയിലെ സമ്പന്നവർഗം അതാണ്. അപ്പോൾ അവർക്കൊരു പരിമിതിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ട് അവർക്ക് വിട്ടുവീഴ്ച കൂടാതെ നിൽക്കാതെ സാധിക്കില്ല. അത് ചെയ്യും. 5 കൊല്ലത്തിൻ്റെ മുമ്പ് ഒരു പ്രതിപക്ഷ നേതാവുണ്ടായിരുന്നു, ഇല്ലേ? നേരം വെളുത്തിട്ടില്ലെങ്കിൽ പത്രസമ്മേളനം ഇന്ന് വൈകുന്നേരം വരെ റോഡ് മുഴുവനും അയാളെ പത്രസമ്മേളനം അല്ലേ, കണ്ടില്ലേ? ആ പിന്നെ ആ 18-ൽ വന്നിട്ടുള്ള പ്രളയം എന്താ? മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു വിട്ടതാണ് കാരണം. അതിന് ഗവൺമെൻറ് ഉത്തരം പറയണം. അതാണ് അക്കാലത്തുള്ള പ്രചരണം. അപ്പം എന്തെങ്കിലും വസ്തുത കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർമ്മിച്ച് നിലവിൽ പാർട്ടിക്കെതിരായിട്ട് പാർട്ടി ഗവൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ട്, അതല്ലെങ്കിൽ അൻവറിന് ഈ പെട്ടെന്ന് ഇത് വന്നത് എപ്പോഴാണ്? ഇവിടെ മലപ്പുറത്ത് അത് ആയിരിക്കാം. ഈ മലപ്പുറത്ത് ആ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോഗം ഉണ്ടായിരുന്നില്ല, മറ്റേ യൂസുഫ് അലി എല്ലാം വന്നു. അന്ന് ഞാൻ സ്റ്റേജിലുണ്ട്. അപ്പോഴാണ് അൻവർ കടന്നു വരുന്നത്. സാധാരണഗതിയിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കും. പക്ഷെ അപ്പോൾ അവിടെ അതിന് പറ്റുന്ന വേദിയല്ല. അവിടെ കുറേ നേരം നിന്ന് അവിടെ പോയി. എന്തെങ്കിലും പ്രത്യേകിച്ചോ ഇല്ലതുണ്ടോ എന്ന് ചോദിച്ചൊന്നുമില്ല എന്നും പറഞ്ഞു. അതിന് മുമ്പ് പലപ്പോഴും അവിടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അൻവർ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇങ്ങനൊരു പ്രശ്നം ഇന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ല. നിലമ്പൂർ പോലുള്ള ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ ആ ഒരു ഭാഗത്ത് അൻവറെ പോലെ അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ രീതിയിലൊരു സ്വീകാര്യതയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ ഇങ്ങനെ വിട്ടു പോകുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യില്ല. ഞാൻ പറയുന്നത് പാർട്ടിയുടെ ചെയ്തി കൊണ്ട് പുറത്തു പോയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം പ്രസക്തമാണ്. പാർട്ടി എന്താണ് അൻവറിനെ സംബന്ധിച്ച് ചെയ്തത്? മലപ്പുറം പാർട്ടി, മലപ്പുറത്താണല്ലോ അൻവർ. എന്തെങ്കിലും ഈ സംഭവം ഉണ്ടായി പാർട്ടിക്കെതിരായിട്ട് അൻവർ നിരന്തരമായിട്ടുള്ള പ്രചരണം നടത്തി അവസാന ഘട്ടത്തിൽ, അല്ലാതെ അതിന് മുമ്പ് അൻവറിനെ പറ്റി പാർട്ടി വല്ലതും പറഞ്ഞിരുന്നു? ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു? ആരെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ലല്ലോ.